ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് പത്തനംതിട്ടയിൽ നിർമ്മിച്ച താൽക്കാലിക ഹെലിപാഡിന് 20.7 ലക്ഷം രൂപ ചിലവ്. വിവരാവകാശ രേഖയിലാണ് കണക്ക് പുറത്തുവന്നത്. പ്രമാണത്ത് തയ്യാറാക്കിയ ഹെലിപാഡ് കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പോയത് വലിയ വിവാദമായിരുന്നു. ഒക്ടോബർ 22-നായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. മോശം കാലാവസ്ഥ കാരണം നിലയ്ക്കലിറങ്ങേണ്ട ഹെലികോപ്റ്റർ പത്തനംതിട്ട പ്രമാണത്തേക്കാണ് ഇറങ്ങിയത്. തലേദിവസം താൽക്കാലികമായിട്ടാണ് പ്രമാണത്ത് ഹെലിപാഡ് നിർമ്മിച്ചത്. ഇതിനായി 20.7 ലക്ഷം രൂപ ചെലവായതായാണ് കണക്ക്. ജില്ലാ കളക്ടറേറ്റ്, പത്തനംതിട്ട പൊതുമരാമത്ത് കെട്ടിട വിഭാഗം, പത്തനംതിട്ട RTO, ജില്ലാ പോലീസ് ചീഫ് എന്നീ ഓഫീസുകളിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച മറുപടിയിലൂടെയാണ് കണക്ക് പുറത്തുവന്നത്. 20.7 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ളതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ ഹെലിപാഡിലിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രം കോൺക്രീറ്റിൽ താഴ്ന്നുപോയത് വലിയ വിവാദമായിരുന്നു. സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണെന്നും വിലയിരുത്തലുണ്ടായി. ഫയർഫോഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തള്ളിയാണ് ഹെലികോപ്റ്റർ കുഴിയിൽ നിന്ന് കയറ്റിയത്. രാഷ്ട്രപതി സഞ്ചരിച്ചതുൾപ്പെടെ 3 ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യാൻ, കോൺക്രീറ്റ് തറകൾ താൽക്കാലികമായി നിർമ്മിക്കാൻ 20.7 ലക്ഷം രൂപ ചെലവാക്കുമോ എന്നും ചോദ്യമുയരുന്നു. ജനം, പത്തനംതിട്ട.